നമസ്കാരം. നമസ്കാരം. ഞാൻ നാസർ പൊന്നാട്. ഞങ്ങളൊരു പുതിയ ചാനലാണ് ചാനൽ 5+. ഇന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടിയതാണ് ഇടുക്കിയുടെ മുൻ എം പിയും അടുത്ത എം പിയും എന്ന് ധൈര്യമായിട്ട് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഡീൻ കുര്യാക്കോസ്. എന്താണ്, ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഫലപ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസമുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,71,000 അല്ലേ റിക്കാർഡ് ഭൂരിപക്ഷം. അതിന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ സീറ്റായിരുന്നു അത്. ആ സീറ്റിൽ റിക്കാർഡ് ഭൂരിപക്ഷത്തിലാണ് താങ്കൾ ജയിച്ചത്. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരമായിരുന്നു. താങ്കൾ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ചോദിക്കാം. കഴിഞ്ഞ എം പി ആയിരുന്ന സമയത്ത് മണ്ഡലത്തിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ അത് വെച്ച് തുടങ്ങാം നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ റിക്കാർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 5 വർഷക്കാലം എം പി ആയി പ്രവർത്തിക്കാൻ സാധിച്ചു. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം നോക്കി നിൽക്കുകയാണ്. ഏതായാലും ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായിരുന്നു. പരസ്യ പ്രചരണം നല്ല നിലയിൽ തന്നെ പരിസമാപ്തി കുറിക്കപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ എന്താണ് 5 വർഷക്കാലം പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത്, അതൊക്കെ ജനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതിൻ്റെ ഒരു വിധിയെഴുത്തായിരിക്കും അടുത്ത ദിവസം വരുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസക്കുറവ്. ഞാനത് ആമുഖം കൂടാതെ അങ്ങനെ ചോദിച്ചത് സമയം വളരെ കുറച്ചാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു വേദിയും കൂടി ആവട്ടെ എന്ന് കരുതി. ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിൽ റെക്കോർഡ് നേട്ടം എന്ന് പറയുന്നതാണ് ശരി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത്, അതുപോലെ ഓരോ മേഖലകളിൽ കൃത്യമായ ആസൂത്രണ മികവോടുകൂടി വികസന പദ്ധതികൾ തയ്യാറാക്കാനും അതിൻ്റേതായ നിലയിൽ തുടക്കം കുറിക്കാനും ചിലവ പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദേശീയപാത വികസനം, നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലം മൂവാറ്റുപുഴ, കോതമംഗലം, എറണാകുളം ജില്ലയുടെ 2 അസംബ്ലി മണ്ഡലങ്ങൾ, അതോടൊപ്പം ഇടുക്കി ജില്ലയിലെ 5 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതകളായിട്ടുള്ള NH 185 അടിമാലി കുമളി, അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം യാഥാർത്ഥ്യമാവുകയാണ്. 18 മീറ്റർ വീതിയാക്കി അത് വികസിപ്പിക്കുകയാണ്. 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ മുണ്ടക്കയം കുമളി ദേശീയപാത, കുമളിയിൽ നിന്നും മുണ്ടക്കയം വരെയുള്ള ആ ഭാഗമാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗം. അവിടെയും 18 മീറ്റർ വീതിയാക്കി അത് വികസിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ NH 85 നമ്മുടെ കൊച്ചി മുതൽ ധനുഷ്കോടി വരെ പോകുന്ന ദേശീയപാത, അതിൻ്റെ കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം 1,250 കോടി രൂപയുടെ വികസന പദ്ധതി. യാത്രാ പ്രശ്നമുള്ള മേഖലയായിരുന്നു ഇടുക്കിയിലേക്ക് എന്ന് പറഞ്ഞാൽ. തീർച്ചയായും. അതോടൊപ്പം തന്നെ നേര്യമംഗലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമാകും, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈപ്പാസ് റോഡുകൾ മൂവാറ്റുപുഴയിലും കോതമംഗലത്തും അടിമാലിയിലും ചെറുതോണിയിലും കട്ടപ്പനയിലും എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചാണ്. ഇതെല്ലാം കേന്ദ്ര സർക്കാർ നേരിട്ട് അനുവദിച്ചിട്ടുള്ള ബൈപ്പാസ് പദ്ധതികളാണ്. അതിനെല്ലാം അനുമതി യാഥാർത്ഥ്യമായി. ഇനി റോഡ് വികസനം കഴിഞ്ഞാൽ മറ്റ് മേഖലകളിൽ ഇപ്പോൾ തൊടുപുഴയിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ അന്തിമ അനുമതി ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ 100 ബെഡ് ESI ആശുപത്രി, അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാൻ പോവുകയാണ്. അനുമതി ലഭിച്ചു. ഏതാണ്ട് 150 കോടി രൂപയുടെ പദ്ധതിയാണ് അതിലൂടെ അനുവദിക്കപ്പെട്ടത്. ESI ഹോസ്പിറ്റൽ 100 ബെഡ്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1-2 കേരളത്തിലാകെ ഒരെണ്ണം. ഇതാണത് ഈ പ്രാവശ്യം അനുവദിച്ചു. നേരത്തെ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. എറണാകുളത്തുണ്ട്. ഇടുക്കി ജില്ലയിലെ തൊഴിലാളികൾക്കാണ് ESI ബെനിഫിറ്റ് തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുകൾ കൂടുതലായി. അവർ എറണാകുളത്ത് പോകണമായിരുന്നു. ഇനിയിപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ വരികയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പോൾ ടൂറിസം മേഖലയിൽ ഇപ്പോൾ മൂന്നാറിൽ അവിടെ നമുക്ക് CPWDയുടെ ഗസ്റ്റ് ഹൗസാണ്, ഹോളിഡേ ഹോം എന്നുള്ള ഒരു പദ്ധതി മൂന്നാറിൽ അനുവദിപ്പിക്കാൻ കഴിയും. സ്ഥലമെടുപ്പ് നടപടിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ആദിവാസി മേഖലകളിൽ അടിസ്ഥാന രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ജില്ലയിൽ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമ്മൾ 90 മൊബൈൽ ടവറുകൾ ആദിവാസി മേഖലയിൽ അനുവദിക്കും. മറ്റ് മണ്ഡലങ്ങളിലുള്ള ആളുകൾക്ക് അതൊരു വ്യത്യസ്തമായ മൊബൈൽ ടവറുകൾ. ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ ഭാഗ്യമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വിചിത്രമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് 90 മൊബൈൽ ടവറുകളാണ് BSNLനെ അനുവദിപ്പിച്ചത്. ശരി, ഇത്രയും അവികസിത അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും. അപ്പോൾ ഇടമലക്കുടി എന്ന് പറയുന്ന ഒരു ആദിവാസി പഞ്ചായത്തുണ്ട്. അവിടെ സ്കൂള് ബിൽഡിങ് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു കെട്ടിടം മാത്രമേ ഉണ്ടോ, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ MP എന്നുള്ള നിലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ട് തരപ്പെടുത്തി അവിടെ സ്കൂൾ ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചത് യാഥാർത്ഥ്യമാക്കി. ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ ഓരോ മേഖലകളിൽ നമുക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. PMGSY പദ്ധതി, ഗ്രാമീണ റോഡുകൾ, അത് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ റോഡുകൾ
യാഥാർത്ഥ്യമായത് ഈ കാലഘട്ടത്തിലാണ്. അത് 150 കിലോമീറ്ററിലധികം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം പണി ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. പല ഇടങ്ങളിലും അതിന് പാലങ്ങൾ ഉൾപ്പെടെ നമുക്ക് അതിൻ്റെ ഭാഗമായി അനുവദിപ്പിച്ചെടുക്കാൻ കഴിയും. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ദേശീയപാത വികസന രംഗത്തും അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലും പിന്നെ ഈ ബൃഹത്തായ 2 പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. പർവ്വതമാല പദ്ധതി, അത് റോപ്പ് വേ ആണ്. ഇപ്പോൾ നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ ഗുൽമാർഗിലുള്ളതുപോലെ റോപ്പ് വേ സംവിധാനങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള ജില്ലയാണ് ഇടുക്കി. തീർച്ചയായിട്ടും ഏറ്റവും നല്ല ടൂറിസം മേഖലയിലൂടെയാണ്. അതെ, അത് ഇടുക്കി ഡാം റിസർവോയറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ കല്യാണത്തണ്ട് എന്ന് പറയുന്നൊരു സ്ഥലം മുതൽ കാൽവരിമൗണ്ട് വരെ അതിൻ്റെ പദ്ധതി തയ്യാറാക്കി അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മൂന്നാറിൽ വട്ടവടയിലും അതുപോലെ മാട്ടുപ്പെട്ടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ കണക്ട് ചെയ്തുകൊണ്ട് അവിടെയും പദ്ധതി തയ്യാറാക്കി അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാര്യങ്ങൾ നമുക്ക് അനുവദിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ വോട്ട് ചോദിക്കേണ്ടത്. ഉറപ്പായും ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് മറ്റൊന്നും അത് സ്വാഭാവികമാണല്ലോ, അത് സ്വാഭാവികമാണ്. അതിലൊരു വിഷമമുള്ളൊരു ചോദ്യം എനിക്ക് നമുക്ക് വളരെ വിഷമം തോന്നിയത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നാക്കിൽ നിന്ന് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ താങ്കളെക്കുറിച്ചൊരു പരാമർശം കേട്ടു. താങ്കൾ ഷണ്ടനാണ്, എന്താണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് 2 ചോദ്യമുണ്ട്. അത് പിന്നെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. എങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യന് ഇടുക്കിയിലെ രാഷ്ട്രീയം സഹിക്കുന്നത്? അത് ഓരോരുത്തരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. ഞാൻ അതിനെക്കുറിച്ച് ആ രീതിയിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തതാണ്. എനിക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരാൾ ഇപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന KSUക്കാരനായിട്ടാണ്. 1996 മുതൽ ഒരു സാധാരണക്കാരനായ KSUക്കാരനായി ഞാൻ പ്രവർത്തനം ആരംഭിച്ചത്. തീർച്ചയായിട്ടും KSU യൂത്ത് കോൺഗ്രസിലൂടെയാണ് ഞാൻ ഇപ്പോൾ യൂണിയൻ ഭാരവാഹി ആയിരുന്നു. അതെ അതെ, കോളേജ് ലെവൽ മുതൽ ഞാൻ മുന്നോട്ട് വന്നതാണ്. അപ്പം പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിക്കൊള്ളട്ടെ അതൊരു മാന്യതയുടെ അല്ലെങ്കിൽ ഒരു അന്തസ്സാർന്ന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകണം. പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കണം, സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പോയി എന്ന് കണ്ടുകൊണ്ട് എന്നെ 10 തെറി പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ കൈയടിക്കുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉടമസ്ഥരായ ഇടതുപക്ഷ നേതാക്കന്മാർ അധപതിച്ചതാണ്. ആ ഇടതുപക്ഷ മൂല്യച്യുതിയാണ് കാണിക്കുന്നത്. അല്ല, ഇടതുപക്ഷ നേതാക്കളെന്നല്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. കോഴിക്കോട് മലബാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധം. പക്ഷേ ഞങ്ങളൊന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അങ്ങനൊരു നേതാവിന് ഒരു പാർട്ടിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരിക്കലുമില്ല. അതിന് അങ്ങനെ അന്തസ്സില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്ന ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വാക്കുകളിലുണ്ട്. അതാണ് രാഷ്ട്രീയത്തിൻ്റെ വലിയിടിച്ച് കളയുന്ന ഒരു പരാമർശം ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് അനുകൂലമായിട്ട് മാറാനൊരു സാധ്യതയുണ്ടോ? ജനങ്ങളത് വിലയിരുത്തട്ടെ, അത് ഞാൻ പറയുന്നു. അവർ വിലയിരുത്തിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മുടെ ബാർക്കോയ 2ാമത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ കക്ഷിയുടെ ടെലിഫോൺ സംഭാഷണം തന്നെയാണ് മാണി സാറിനെ നമുക്കറിയാം. ഏറ്റവും നല്ലൊരു ജനകീയ ഗവൺമെൻറ് കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ജനകീയ ഗവൺമെൻറ്റായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെത്. ആ ഗവൺമെൻറ്റിന് തുടർഭരണം ലഭിക്കാതിരിക്കാനുണ്ടായ ഏക കാരണം ഈ ബാർക്കോഴയാണ്. ആ ബാർക്കോഴ ഇപ്പോൾ അതേപോലെ തന്നെ അതേ വ്യക്തി തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. എന്താണ് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അല്ല, അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അത് പുറത്തു വരേണ്ട കാര്യം. അതിൽ ഒരു കാര്യം സത്യമാണ്, ഇടതുപക്ഷ നേതൃത്വം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലാകാൻ പോവുകയാണ്. കാരണം ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായിട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കണ്ടെത്തുക എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റൽ ക്ലിയറാണ് ഈ കാര്യത്തിൽ. ഞങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു നിലപാടുണ്ട്, പ്രത്യേകിച്ച് മദ്യനയവുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾക്ക് എന്താണ്, അന്ന് UDF ഗവൺമെൻറ് മദ്യനിരോധനത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ്, നടപടി സ്വീകരിച്ചു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച ചില ബാർ മുതലാളിമാരാണ് അന്ന് ആ വിവാദം ഉണ്ടാക്കിയത്. ഇടതുപക്ഷ നേതാക്കന്മാരുമായി കൂട്ടുചേർന്നുണ്ട്. അവർ തമ്മിൽ സന്ധി ചേർന്ന് ഒരു തിരക്കഥ ഉണ്ടാക്കി. ബാർ അസോസിയേഷൻ്റെ നേതാക്കന്മാരിൽ വലിയ ശതമാനം ഇടതുപക്ഷ അനുഭാവികളാണെന്ന് പറയണം അല്ലേ? ഉറപ്പായും. അപ്പോൾ ആ നിലയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അന്ന് ആ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായത്. കോഴ മേടിച്ചിട്ട് പിന്നെ ബാറ് വെട്ടിക്കുറയ്ക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അഴിമതി നടത്താൻ വേണ്ടി പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് പ്രത്യുപകാരം ചെയ്തില്ല എന്നാണ് അവരുടെ ആക്ഷേപം. അങ്ങനെ ആരെങ്കിലും ചെയ്യും, ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ്. ഇതിപ്പം എന്താണ്, ഇതിപ്പോൾ കറക്റ്റ് സമയമാണ്. നയം മാറ്റാൻ വേണ്ടിയിട്ട് പൈസ വിധിച്ചു എന്നുള്ളതാണ് ഇപ്പം നിൽക്കുന്ന പരിസ്ഥിതി. പക്ഷേ ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 വർഷം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ അവസാന കാലഘട്ടങ്ങളിൽ കേരളം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അത്രയും വലിയ അഴിമതി ആരോപണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ധൂർത്ത്.
നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വലിയൊരു ധൂർത്താണ് നടക്കുന്നത്. പക്ഷേ ഇതിന് വേണ്ട രീതിയിൽ ഒരു ജനകീയ സമരമായി കൊണ്ടുവരാൻ ഐക്യജനാധിപത്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിനി കോൺഗ്രസ്സിലെ വല്ല ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗം കൂടിയും അതിലുണ്ടോ? തൽക്കാലം ഒരു സമരം നടത്തും, 2 അടി കൊള്ളും, അല്ലെങ്കിൽ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അനക്കം കാണുന്നില്ല. സംഘടനാപരമായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ UDFൻ്റെയും LDFൻ്റെയും ശൈലി വ്യത്യസ്തമാണ്. പലപ്പോഴും മാധ്യമങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതും പറയപ്പെടുന്നത് പോലെ കുറച്ച് നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ, കുറേ കൂടി ജനജീവിതം ദുസ്സഹമാക്കിയെങ്കിൽ, അതാണ് ഈ സമരങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥം. ജനജീവിതം ദുസ്സഹമാക്കുന്ന, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്ന സമരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾ അതിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക. അങ്ങനെയല്ല, നമ്മളൊരു സമരം വരുമ്പോൾ ആ സമരത്തിനൊരു ഫലം കാണുന്നവരെയെങ്കിലും ഈ രംഗത്തുണ്ടാവണ്ടേ? അത് ആ നിലയിൽ തന്നെ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി ഏതെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ സംഘടനാപരമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ വിഷയങ്ങൾ ജനങ്ങളിൽ മെസ്സേജ് കൺവേ ചെയ്യുന്നതിന് ഭാഗമായി നമ്മൾ സമരം ചെയ്യാറുണ്ട്. ഏതെങ്കിലും നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി സമരങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ നയങ്ങൾ തിരുത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഭൂരിപക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ട് നയങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടി ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ജനങ്ങളുടെ പൂർണ്ണമായ അഭിപ്രായം പ്രതിപക്ഷത്തിൻ്റെതായ സമരങ്ങളിലൂടെ പ്രതിഫലിച്ചിട്ടും ആ നയങ്ങൾ തിരുത്തപ്പെടാതെ മുന്നോട്ട് പോയിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അതിൻ്റേതായ രീതിയിൽ തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റേതായ മറുപടി നൽകുമെന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഒരു ജനവിരുദ്ധ നയം 100% അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അത് തിരുത്തപ്പെടുക എന്നുള്ളതാണ് ജനാധിപത്യപരമായ ഒരു കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി ഗവൺമെൻറ് ജനവിരുദ്ധ നിലപാടുകളും അതുപോലെ തന്നെ മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ UDFൻ്റെ പെർഫോമൻസ്? ഒരു ജനാധിപത്യ മതേതര കൂട്ടായ്മ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രൂപപ്പെടും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. അതാണ് ഞങ്ങളുടെ വിശ്വാസം. കേന്ദ്രത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരണം, മതേതര ഗവൺമെൻറ് അധികാരത്തിൽ വരണം. അതിന് പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന മുഖ്യ കക്ഷിയെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അർഹതയുള്ളത്. രാഷ്ട്രപതി വിളിക്കുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മൾ സഖ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ആരാണ് വലിയ കക്ഷി? അതാണ് ഭരണഘടന. ആ ഭരണഘടന വിവക്ഷിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ്സിന് മുന്നോട്ട് വരാൻ കഴിയണം. അപ്പോൾ ഓരോ സീറ്റുകളും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കണമെങ്കിൽ 16 സീറ്റിലാണ് കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി 4 ഐക്യജനാധിപത്യ മുന്നണി ഘടകകക്ഷികളാണ്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിനോടൊപ്പം ഉള്ളത്. അപ്പം 20 സീറ്റുകളിലും UDFന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു നിലയിൽ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ആ നിലയിൽ വരേണ്ടത്. അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചിട്ടുണ്ട്. അത് 2019 ഉണ്ടായിരുന്നു. ഇത്തവണയും അത് ഒരുമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. 20 സ്ഥാനാർത്ഥികളും നല്ല നിലയിൽ വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതിൽ ചർച്ച ചെയ്യപ്പെട്ട 3 മണ്ഡലങ്ങൾ, ഒന്ന് വടകര, തൃശ്ശൂർ, തിരുവനന്തപുരം. അതിനെക്കുറിച്ച് അത് 3 സീറ്റുകൾ നിർബന്ധമായിട്ടും UDFന് കിട്ടുമെന്ന് താങ്കൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്? ഉറപ്പാണ്. 3 സീറ്റും ജയിക്കും. എല്ലാ സൂചനകളും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവും അങ്ങനെ തന്നെയാണ്. കേന്ദ്രത്തിൽ എങ്ങനെയായിരിക്കും? കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അത് പ്രകടമാണ്, ഡൽഹിയിൽ പ്രകടമാണ്, ഹരിയാനയിൽ പ്രകടമാണ്, മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, ബീഹാറിൽ, ഹിമാചൽ പ്രദേശിൽ. ഇന്ത്യയുടെ ഹൃദയഭൂമിയിലെല്ലാം വലിയ മാറ്റങ്ങൾ. ഈ ജനങ്ങളുടെ ഈ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ വേണ്ട ഒരു സംഘടനാ സംവിധാനം പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് ഇല്ല എന്നൊരു അഭിപ്രായം. കേരളത്തിൽ പോലും ചില സ്ഥാനാർത്ഥികൾ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെട്ട റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഏതായാലും കർണാടകയിൽ, അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ വളരെ വലിയ, കഴിഞ്ഞ തവണ BJP എല്ലാ സ്റ്റേറ്റുകളിലും 7% വോട്ട് ഷെയർ വാങ്ങി വിജയിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പുറകോട്ടാണ് അവർ പോരുന്നത്. അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ സംഘടനാ മിഷണറിയും ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ മുന്നേറ്റവുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് വരെ. പ്രചരണ പരിപാടികളിലും അഭിപ്രായ പ്രകടനങ്ങളിലും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. സമയം വൈകിയതുകൊണ്ട് ചർച്ച നീളുന്നില്ല. ഒരൊറ്റ കുസൃതി ചോദ്യം കൂടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,71,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്.
മലബാറിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്വാധീനം എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ആരും തന്നെ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് താങ്കൾ ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. താങ്കൾ പറഞ്ഞു 5 വർഷം താങ്കൾ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കൂടി വോട്ടായി മാറുമ്പോൾ എത്ര ഭൂരിപക്ഷം ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം പ്രസിദ്ധ ചോദ്യമാണ്, കറക്റ്റ് ആവണമെന്നില്ല. ഭൂരിപക്ഷം അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ജനങ്ങളുടെ ഒരു കലവറയില്ലാത്ത പിന്തുണയാണ് ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഓരോ സാഹചര്യങ്ങളാണ്. നല്ല ഭൂരിപക്ഷത്തിൽ, ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ തന്നെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതലോ കുറവോ കൂടുതൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ, ഒരു കണക്കൂട്ടലുണ്ടാവുമല്ലോ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇനിയിപ്പൊന്നും നഷ്ടപ്പെടാനൊന്നും ആൾ വോട്ട് ചെയ്ത് അതിനകത്ത് നമുക്കൊരു ഞാൻ എപ്പോഴും ഏത് കാലഘട്ടം അല്ലെങ്കിൽ എപ്പോഴും എന്നോട് ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ മറുപടി ഇത് തന്നെയാണ്. ഏറ്റവും ഭേദപ്പെട്ട UDF ഏറ്റവും അഭിമാനിക്കത്തക്ക ഭൂരിപക്ഷം, അത് 7 അസംബ്ലി മണ്ഡലങ്ങളിലും ലീഡർ ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തിൽ, ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ, കേരളത്തിൽ തന്നെ UDF ഏറ്റവും അഭിമാനിക്കത്തക്ക ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നിയുക്ത MP ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.